ഹായ് മക്കളെ. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കെമിസ്ട്രി ഓഫ് ചേഞ്ചസിൻ്റെ ഫസ്റ്റ് പാർട്ട് പഠിച്ചതാണ്. ഇന്ന് നമ്മൾ സെക്കൻഡ് പാർട്ടാണ് അതിൻ്റെ. അപ്പോൾ ലാസ്റ്റ് പാർട്ടിൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് മാറ്റർ എന്താണെന്നും ആ മാറ്റർ നമുക്ക് ഏറ്റവും ഫെമിലിയർ ആയിട്ട് മാറ്റർ കാണുന്ന 3 രൂപങ്ങൾ സോളിഡ്, ലിക്വിഡ്, ഗ്യാസും അതിൻ്റെ പ്രോപ്പർട്ടീസും ആയിരുന്നു. ഇത് നമുക്ക് മാറ്റങ്ങൾ തന്നെ പല ടൈപ്പ് ഉണ്ട്, അതിനെപ്പറ്റി പഠിക്കാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ തുടങ്ങുന്നത് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ചേഞ്ചസ് തുടങ്ങിയാണ്. അപ്പോൾ ആദ്യം നമ്മൾ പറയുന്നൊരു കാര്യം, മെഴുക് നമ്മളൊരു സ്റ്റീൽ വെസലിലിട്ട് ഉരുക്കിയാൽ അതെന്ത് സംഭവിക്കും? കട്ടിയായിട്ടുള്ള മെഴുക് ഉരുകി വെള്ളം പോലെയാവും അല്ലേ? ഇനി ഈ ഉരുകി വെള്ളം പോലെ ആയ വാക്സിനെ നമ്മളൊന്ന് കൂൾ ചെയ്താൽ തിരിച്ച് അത് കട്ടിയായിട്ടുള്ള വാക്സായിട്ട് മാറും. അപ്പോൾ സോളിഡ് ആയിട്ടുള്ള വാക്സിനെ നമ്മൾ ഹീറ്റ് ചെയ്താൽ അത് ലിക്വിഡായിട്ടുള്ള വാക്സ് ആവും. ഈ ലിക്വിഡിനെ നമ്മൾ ഒന്ന് കൂള് ചെയ്താൽ അത് തിരിച്ച് സോളിഡായിട്ട് മാറും. അതായത് വാക്സിനെ നമുക്ക് സോളിഡിൽ നിന്ന് ലിക്വിഡിലേക്കും ലിക്വിഡിൽ നിന്ന് സോളിഡിലേക്കും കൺവേർട്ട് ചെയ്യാൻ സാധിക്കും അല്ലേ? വൈസ് വേഴ്സാന്ന് ഉദ്ദേശിച്ചത് അതുപോലെ തന്നെ മറ്റതും എന്നുള്ളതാണ്. പക്ഷേ നമ്മൾ ഇതേപോലെ ഒരു പേപ്പർ എടുത്ത് കത്തിക്കുവാണെങ്കിൽ നമുക്ക് ചാരം കിട്ടും അല്ലേ? ഇപ്പോൾ പേപ്പർ ഇസ് ബേൺ ടു വാഷ്. അതിനെ നമുക്ക് തിരിച്ച് ആ ചാരത്തിന് പേപ്പറാക്കി മാറ്റാൻ പറ്റുമോ? ഇല്ല. ചാരമായാൽ പിന്നെ അതൊരിക്കലും പേപ്പറാവില്ല. ഇനി എല്ലാ ചേഞ്ചുകളും ഒരേ സ്പീഡിൽ നടക്കുന്നതാണോ? അല്ല. ഫോർ എക്സാമ്പിൾ, നമുക്കറിയാം ഒരു അപ്രോക്സിമേറ്റ് ടൈം ടേക്കൺ ഫോർ ദ ജെർമിനേഷൻ ഓഫ് എ പീ സീഡ്. ഒരു പയറ് വിത്ത് മുളക്കാൻ ഏകദേശം വേണ്ട ഒരു സമയം 6 to 10 ഡേയ്സ് അല്ലെങ്കിൽ ഒരാഴ്ചയൊക്കെ എടുക്കും അല്ലേ? ഉടനെ നടക്കുന്ന ഒരു സംഭവമല്ല. അതേപോലെ ഒരു ചെടി വളർന്ന് വലുതായി അതിൽ പൂവും കായൊക്കെ ഇടാനായിട്ട് അതേപോലെ കുറേ ദിവസം എടുക്കുന്ന ഒരു പ്രക്രിയയാണ്. നമ്മൾ കുഞ്ഞിലെ ജനിച്ചപ്പോൾ ഇരുന്ന പോലെ അല്ല ഇപ്പോൾ. അതൊറ്റ ദിവസം കൊണ്ട് നടന്നതല്ലല്ലോ, എത്രയോ നാളുകൾ എടുത്തിട്ടാണ് നമ്മൾ ഇത്ര വലുതായത്, നിങ്ങളൊക്കെ ഇത്ര വലുതായത്. പക്ഷേ നമ്മൾ വീട്ടിൽ ഗ്യാസ് കത്തിക്കാറുണ്ട്. ലൈറ്റർ ഉപയോഗിച്ച് ഗ്യാസ് കത്തിക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് ആ ഒരു ലൈറ്റർ ഇതാക്കുമ്പോൾ തന്നെ ഗ്യാസ് കത്തും. അതേപോലെ നമ്മൾ വിശേഷ ദിവസങ്ങളിലൊക്കെ പടക്കം പൊട്ടിക്കാറുണ്ട്. ഇന്ന് കത്തിച്ച പടക്കം നാളെ അല്ല പൊട്ടാറ് അല്ലേ? നമ്മളത് ഉടനെ സംഭവിക്കുന്ന സാധനങ്ങളാണ്. ഇത് ഹാപ്പൻ വെരി ക്വിക്കലി. അത്ര പെട്ടെന്ന് നടക്കുന്ന ചേഞ്ചുകളാണതൊക്കെ. അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ മാറ്റങ്ങൾ മെയിനായിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ക്ലാസിഫൈ ചെയ്യാൻ 2 ടൈപ്പ് പറയാം. സ്ലോ ചേഞ്ച് ഉണ്ട്, ഫാസ്റ്റ് ചേഞ്ച് ഉണ്ട്. അപ്പോൾ വളരെ പതിയെ നടക്കുന്ന ചേഞ്ചുകൾക്ക് കുറച്ച് എക്സാമ്പിൾ എഴുതാൻ ടെക്സ്റ്റിലുണ്ട്. ആദ്യത്തെ ഞാൻ എഴുതിയിരിക്കുന്നത് സ്ലോ ചേഞ്ചിൻ്റെ എക്സാമ്പിളാണ്. കേർഡ്ലിംഗ് ഓഫ് മിൽക്ക്. പാല് തൈരാകുന്ന പ്രക്രിയ ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് നടക്കുന്നതല്ല. റസ്റ്റിംഗ് ഓഫ് അയൺ, അതായത് ഇരുമ്പ് തുരുമ്പ് പിടിക്കുന്നത് അല്ല. കുറേ നാൾ കഴിയുമ്പോൾ ഇരുമ്പിൻ്റെ സാധനങ്ങളൊക്കെ അതിൻ്റെ പുറത്തൊരു റെഡ് കളറിലുള്ളൊരു കോട്ടിങ് കാണാം, അത് തുരുമ്പായതാണ്. അതേപോലെ ജെർമിനേഷൻ ഓഫ് സീഡ്, വിത്ത് മുളക്കുന്നത്, ഫ്രൂട്ട്സ് പഴുക്കുന്നത്, ഒരു പ്ലാന്റ് വലുതാകുന്നത്, ഗ്രോത്ത് ഓഫ് എ പ്ലാന്റ്, നമ്മൾ വലുതാകുന്നത്, ഇതൊക്കെ സ്ലോ ചേഞ്ചസാണ്. ഫാസ്റ്റ് ചേഞ്ചസിന് എക്സാമ്പിൾ എന്താ? നമ്മളൊരു പേപ്പർ കത്തിച്ച് കഴിഞ്ഞാൽ അത് ഉടനെ കത്തും. അതേപോലെ ഫയർ ക്രാക്കർ പൊട്ടുന്നത്, പടക്കം പൊട്ടുന്നത്, ഒരു ചൂടുള്ള റൂമിൽ നമ്മളൊരു കട്ട ഐസ് കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ അതുടനെ മെൽറ്റായി പോകും അല്ലേ? മെൽറ്റിംഗ് ഓഫ് ഐസ് ആൻഡ് വാം റൂം, ഒരു ബലൂൺ പൊട്ടുന്നത്, ഇതൊക്കെ വളരെ ഫാസ്റ്റായിട്ട് നടക്കുന്ന ചേഞ്ചുകളാണ്. അപ്പോൾ ഒത്തിരി മാറ്റങ്ങളെ നമുക്ക് പതിയെ നടക്കുന്ന മാറ്റങ്ങളുണ്ട്, പെട്ടെന്ന് നടക്കുന്ന മാറ്റങ്ങളുണ്ട്. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് എന്താണ് ഫിസിക്കൽ ചേഞ്ച്, എന്താണ് കെമിക്കൽ ചേഞ്ച്. ഇവിടെ നമ്മളോട് ചോദിച്ചിട്ടുള്ളൊരു ചോദ്യം, ബേണിംഗ് ഓഫ് എ പീസ് ഓഫ് പേപ്പറും മെൽറ്റിംഗ് ഓഫ് വാക്സും രണ്ടും ചേഞ്ചുകളാണ് അല്ലെ, മാറ്റങ്ങളാണ്. എന്താണ് അവരുടെ വ്യത്യാസം? അത് നമുക്ക് നോക്കാം. വാക്സ് മെൽറ്റായി അത് അതിൻ്റെ ലിക്വിഡ് ഫോമിലേക്ക് മാറ്റുമ്പോൾ അതിൻ്റെ കെമിക്കൽ പ്രോപ്പർട്ടീസിന് എന്തെങ്കിലും മാറ്റം സംഭവിക്കുന്നുണ്ടോ? ഇല്ല. അത് ഒന്ന് ഉരുകി ഒന്ന് ലിക്വിഡ് ആയെന്നേ ഉള്ളൂ. അപ്പോഴും അത് വാക്സ് തന്നെയാണ്. അതിന് കെമിക്കലി മാറ്റങ്ങളൊന്നും ഉണ്ടായിട്ടില്ല.
പക്ഷേ ഒരു പീസ് പേപ്പർ നമ്മൾ കത്തിച്ചത് ആഷായിട്ട് മാറിയപ്പോൾ അവിടെ പുതിയൊരു സാധനം ഉണ്ടായി, ആഷ്. ആ ആഷിനെ പിടിച്ച് നമുക്ക് പഴയ പോലെ പേപ്പറാക്കാൻ സാധിക്കുന്നില്ല അല്ലേ? അപ്പോൾ അവിടെ വേറൊരു ടൈപ്പ് ചേഞ്ച് ഉണ്ടായി. അത് വേറൊരു ടൈപ്പ് ചേഞ്ചാണ്. അവിടെ പുതിയതായൊരു കോമ്പൗണ്ട് അല്ലെങ്കിൽ ഒരു പുതുതായ ഒരാളുണ്ടായി. പഴയ പോലെ ഇനി ആൾക്കാകാനും സാധിക്കില്ല. അപ്പോൾ നമ്മൾ ഓർക്കുക, പേപ്പർ കത്തിക്കുന്നതിനെ നമുക്കൊരു കെമിക്കൽ ചേഞ്ച് ആണെന്ന് വിളിക്കാം. അറ്റ് ദ സെയിം ടൈം നമ്മൾ വാക്സ് മെൽറ്റ് ചെയ്യുന്നത് ഒരു ഫിസിക്കൽ ചേഞ്ച് ആണെന്ന് വിളിക്കാം. ഓക്കെ, കൂടുതൽ എക്സാമ്പിൾസ് പറയുമ്പോൾ മനസ്സിലാക്കും. ഫിസിക്കൽ ചേഞ്ചിൻ സംഭവിക്കുമ്പോൾ പുതിയ സബ്ജക്റ്റുകളൊന്നും അവിടെ ഉണ്ടാകുന്നില്ല. നിങ്ങൾക്കൊരു എക്സാമ്പിൾ തന്നിട്ട് ഇത് ഫിസിക്കലാണോ കെമിക്കലാണോ എന്ന് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ആദ്യം നോക്കേണ്ട കാര്യം എന്തെങ്കിലും പുതുതായിട്ട് അവിടെ ഉണ്ടാവുന്നുണ്ടോ എന്നാലോചിക്കുക. ഇല്ലെങ്കിൽ അത് ഫിസിക്കൽ ചേഞ്ച് ആയിരിക്കും. അവിടെ മോളിക്യൂൾസിൻ്റെ അറേഞ്ച്മെൻറ്റിൽ മാത്രമേ മാറ്റുള്ളൂ. അതായത് ഇപ്പോൾ ഒരു ഐസ് കട്ട നമ്മൾ ചൂട് കൊടുത്ത് മെൽറ്റാക്കുമ്പോൾ അത് ലിക്വിഡായിട്ട് മാറും. രണ്ടിലും H2O മോളിക്യൂൾസ് ആണുള്ളത്. സോളിഡ് ആവുമ്പോൾ മോളിക്യൂൾസ് അടുത്തടുത്തിരിക്കും, ലിക്വിഡ് ആവുമ്പോൾ കുറച്ച് അകലത്തിലിരിക്കുന്നുള്ളൂ. പക്ഷേ അവിടെ അപ്പോഴും ഉള്ളത് H2O മോളിക്യൂൾസ് തന്നെയാണ്. അപ്പോൾ അവരുടെ സ്ഥാനത്തിലൊക്കെ ഒന്ന് മാറ്റം വന്നിട്ടുണ്ടെന്നുള്ളൂ, ആൾക്കാരവിടെ മാറിയിട്ടില്ല. പക്ഷേ ഒരു കെമിക്കൽ ചേഞ്ച് എടുത്താൽ അവിടെ സബ്സ്റ്റൻസ് പുതിയൊരു സബ്സ്റ്റൻസ് ആയിട്ട് മാറും. അതായത് പുതിയ ന്യൂ മോളിക്യൂൾസ് ഫോം ചെയ്യും. അപ്പോൾ രണ്ടിൻ്റെയും വ്യത്യാസം നന്നായി മനസ്സിലാക്കുക. ഫിസിക്കൽ ചേഞ്ചിൽ പുതുതായി ഒരു വസ്തുക്കളും ഉണ്ടാകുന്നില്ല. മോളിക്യൂൾസിൻ്റെ അറേഞ്ച്മെൻറ്റ്, അവരിയ്ക്കുന്ന ഓർഡറൊക്കെ ഒന്ന് മാറുന്നതേ ഉള്ളൂ. പക്ഷെ കെമിക്കൽ ചേഞ്ചിൽ ഒരു സബ്സ്റ്റൻസ് വേറൊരു സബ്സ്റ്റൻസ് ആയിട്ട് മാറുകയാണ്, പുതിയ മോളിക്യൂൾസ് അവിടെ ഉണ്ടാകുകയും ചെയ്യുന്നു. ഓക്കെ, നമുക്ക് ഈ താഴെ തന്നേക്കുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ തന്നേക്കുന്ന ചേഞ്ചുകളെ ഫിസിക്കൽ ചേഞ്ചും കെമിക്കൽ ചേഞ്ചാക്കി മാറ്റണം. കേർഡ്ലിംഗ് ഓഫ് മിൽക്ക്. അപ്പോൾ ആലോചിക്കുക, പാല് തൈരാകുന്നു. പിന്നീട് ഈ തൈരിന് പാലാകാൻ പറ്റുമോ? ഇല്ല. കേർഡ് ഒരു പുതിയ സാധനമാണ്. മിൽക്കിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരാളാണ് കേർഡ്. അപ്പോൾ അത് കെമിക്കൽ ചേഞ്ചാണ്. ഇനി അതിനൊരു തിരിച്ചുപോക്കില്ല. നമ്മൾ ക്യാൻഡിൽ കത്തിക്കുന്ന സമയത്ത് ബേണിങ്, ചിലർക്ക് സംശയം തോന്നും, ഓക്കെ മെഴുകുതിരി കത്തുന്നു, അത് ഫിസിക്കൽ ചേഞ്ച് ആണ്. പക്ഷേ ബേണിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ സംഭവിക്കുക, അവിടെ ഉദ്ദേശിക്കുന്നത് ആ കത്തുന്നതിനെയാണ്. അവിടെ ഒരു തിരി കത്തുന്നുണ്ടല്ലോ, ആ കത്തുന്നത് ബേണിങ് ആയതുകൊണ്ട് അത് കെമിക്കൽ ചേഞ്ച് ആണ്. സംശയം വരണ്ട. എന്തിൻ്റെയും ബേണിങ് എന്നൊക്കെ കണ്ടു കഴിഞ്ഞാൽ അത് കെമിക്കൽ ചേഞ്ച് ആയിരിക്കും. കാരണം അവിടെ ബേൺ ചെയ്യുമ്പോൾ നമുക്കറിയാം ദീപം കത്തുന്ന സമയത്ത് അവിടെ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവുന്നുണ്ട്, ലൈറ്റ് ഉണ്ടാവുന്നുണ്ട്, ഹീറ്റ് ഉണ്ടാവുന്നുണ്ട്, വാട്ടർ ഉണ്ടാവുന്നുണ്ട്. അത് കത്തിയാൽ പിന്നെ തിരി കത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞു. പിന്നീട് ആ തിരി വീണ്ടും പഴയതുപോലെ ആവില്ലല്ലോ. അപ്പം അതൊരു കെമിക്കൽ ചേഞ്ചാണ്. മെൽറ്റിംഗ് ഓഫ് ഐസ് നമ്മൾ പറഞ്ഞു, അവിടെ വാട്ടർ മോളിക്യൂൾസ് തന്നെയാണ് അപ്പോഴും ഉള്ളത്, വേറെ മാറ്റമൊന്നുമില്ല, ഫിസിക്കൽ ചേഞ്ചാണ്. അയൺ റസ്റ്റ് ചെയ്യുന്നത്, ആക്ച്വലി ഈ തുരുമ്പെന്ന് പറഞ്ഞ റെഡ് കളറിൽ കാണുന്ന സാധനം പുതിയൊരു പ്രൊഡക്റ്റ് ഉണ്ടാവുന്നതാണ്. പുതിയൊരു കോമ്പൗണ്ട് അതിൻ്റെ മുകളിൽ ഉണ്ടാവുന്നതാണ് ചുമന്ന കളറിൽ കാണുന്നത്. പുതിയൊരാൾ ഉണ്ടായ സ്ഥിതിക്ക് അത് കെമിക്കൽ ചേഞ്ചാണ്. മെൽറ്റിംഗ് ഓഫ് വാക്സ്, കട്ടിയായിരുന്ന വാക്സ് ഉരുകി മെൽറ്റ് ആകുന്നു. വീണ്ടും തിരിച്ച് അതിന് പഴയ പോലെ സോളിഡായിട്ട് മാറാനായിട്ടും പറ്റും അല്ലേ? ഒന്ന് കൂൾ ചെയ്ത് കഴിഞ്ഞാൽ പഴയ പോലെ ആവും. അപ്പം അതെന്താ? ഒരു ടെമ്പററി ചേഞ്ചാണ്, അത് ഫിസിക്കൽ ചേഞ്ചാണ്. ഐസ് ഉണ്ടാകുന്നു, നമ്മൾ വെള്ളം ഫ്രീസറിൽ വെച്ച് ഐസ് ആകുന്നു. വെള്ളം ഒന്ന് കട്ടിയാകുന്നു എന്നുള്ളൂ, അപ്പോഴും വെള്ളം തന്നെയാണ് അല്ലെ? വാട്ടർ മോളിക്യൂൾസ് തന്നെയാണ് അതിലും ഉള്ളത്. അപ്പം അതും ഒരു ഫിസിക്കൽ ചേഞ്ചാണ്. സോൾട്ടിനെ വെള്ളത്തിൽ കലക്കുന്നു. സോൾട്ടിനെ വെള്ളത്തിൽ കലക്കിയാൽ എന്താ സംഭവിക്കും? ഉപ്പുവെള്ളം കിട്ടും. എനിക്ക് തിരിച്ച് ഇതിന്ന് ഉപ്പിനെയും വെള്ളത്തിനെയും സെപ്പറേറ്റ് ചെയ്യണമെങ്കിൽ ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, പുതിയൊരു സബ്സ്റ്റൻസ് അവിടെ ഉണ്ടായിട്ടില്ലല്ലോ.
അപ്പോഴും അതിൽ സോൾട്ടും ഉണ്ട് വാട്ടറും ഉണ്ട്. സോൾട്ടിൻ്റെ മോളിക്യൂൾസും ഉണ്ട്, വാട്ടറിൻ്റെ മോളിക്യൂൾസും ഉണ്ട്. രണ്ടുപേരും കൂടെ ഒന്ന് ചേർന്ന് മിക്സായി കിടക്കുന്നതേ ഉള്ളൂ. പുതുതായിട്ട് അവിടെ ആരും ഉണ്ടായിട്ടില്ല. അപ്പോൾ അതൊരു ഫിസിക്കൽ ചേഞ്ച് ആണ്. പക്ഷെ ബേണിംഗ് ഓഫ് ഫയർ വുഡ്, നമ്മളൊരു മരം എടുത്ത് കത്തിച്ചാൽ അവിടെ ചാരമായി മാറി, പുതിയൊരു ചാരം അല്ലെ, പുതിയൊരു സബ്സ്റ്റൻസ്, ചാരം എന്നുള്ളൊരു പുതിയൊരു സബ്സ്റ്റൻസ് ഉണ്ടായി. അപ്പോൾ അതെന്താടാ? അത് കെമിക്കൽ ചേഞ്ച് ആണ്. വ്യക്തമായിട്ട് മനസ്സിലാക്കുക. ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഓക്കെ അല്ലേ? ഒന്നും കൂടെ ഒന്ന് ഓർക്കണം, എക്സാമിന് ചോദിക്കും. എക്സാമ്പിൾസ് തന്നിട്ട് അത് എന്ത് ചേഞ്ച് ആണെന്ന് ചോദിക്കും. ഇനി നമുക്ക് പറഞ്ഞിട്ടുണ്ട്, കുറച്ച് ഐസ് ഒരു ബൗളിലെടുത്ത് ഹീറ്റ് ചെയ്താൽ അതിനെന്ത് സംഭവിക്കും എന്ന് ചോദിച്ചിട്ടുണ്ട്. ആർക്കറിയാത്തതല്ലേ? അത് മെൽറ്റായി അത് വാട്ടറായിട്ട് മാറും. ഇനി അതുകൊണ്ടൊന്നും നിർത്തിയില്ല, വീണ്ടും ഹീറ്റ് ചെയ്തുകൊണ്ടിരുന്നാൽ വാട്ട് ഹാപ്പൻസ് ഇഫ് ഹീറ്റിംഗ് ഇസ് കണ്ടിന്യൂഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? നമ്മൾ അടുപ്പത്തൊക്കെ ഈ ഗ്യാസിലൊക്കെ വെള്ളം വെച്ചിട്ട് മറന്നു പോയി കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു വന്ന് നോക്കുമ്പോൾ അതിൽ വെള്ളം ഉണ്ടാവില്ല. ഈ വെള്ളം തിളച്ച് 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 അതൊക്കെ വാട്ടർ വേപ്പറായിട്ട് പോകും അല്ലേ? വാട്ടർ വേപ്പറായിട്ട് പോകും. അപ്പോൾ നമ്മൾ പഠിച്ച കാര്യമാണ്, പല ഡിഫറെൻറ്റ് സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ നമ്മൾ പഠിച്ചു. സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്. ഈ 3 സ്റ്റേറ്റുകളിലും പാർട്ടിക്കിൾസിൻ്റെ അറേഞ്ച്മെൻറ്റിൽ വ്യത്യാസങ്ങളുണ്ട് അല്ലേ? അപ്പോൾ ആ വ്യത്യാസങ്ങളെ പറ്റി നമുക്കൊന്ന് പഠിക്കാം. ക്യാൻ യു റൈറ്റ് അബൌട്ട് ദ ഡിസ്റ്റൻസും ഫോഴ്സ് ഓഫ് അട്രാക്ഷനും സ്പീഡ് ഓഫ് മൂവ്മെൻറ്റും എനർജീനൊക്കെ പറ്റി നമുക്ക് പഠിക്കാം. ഓക്കെ, ഈ റെഡ് കളറിൽ ഞാൻ എഴുതിയിട്ടുള്ള സംഭവങ്ങളാണ് നിങ്ങൾക്ക് ഫില്ല് ചെയ്യാനുള്ളത് ടെക്സ്റ്റിൽ. ഈ ബ്ലൂ കളറിലുള്ളതാണ് ടെക്സ്റ്റിൽ തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഒരു ഡയഗ്രാം വരച്ച് കഴിഞ്ഞാൽ ഈസി ആയിട്ട് മനസ്സിലാവുമല്ലോ. സോളിഡ്സിലാവുമ്പോൾ ഇങ്ങനെയായിരിക്കും പാർട്ടിക്കിൾസ് ഇരിക്കുക അല്ലേ? ലിക്വിഡ് ആവുമ്പോൾ കുറച്ച് ഡിസ്റ്റൻസ് ഉണ്ടാവും അവരുടെ ഇടയിൽ. ഗ്യാസ് ആവുമ്പോൾ നല്ല അകലത്തിലായിരിക്കും അവരിയ്ക്കുന്നത്. അപ്പോൾ സോളിഡിൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പാർട്ടിക്കിൾസിൻ്റെ ഇടയിലുള്ള ദൂരം വളരെ കുറവായിരിക്കും. അടുത്തടുത്തല്ലേ, അവിടെ എൻ്റെ ഇടയിൽ സ്ഥലമൊന്നുമില്ല. പക്ഷെ ലിക്വിഡിലാകുമ്പോൾ ഡിസ്റ്റൻസ് എങ്ങനെയാ? സോളിഡിനേക്കാളും മെച്ചമുണ്ട്. സോളിഡിൻ്റെ അത്രയും അടുത്തല്ല, സോളിഡിനേക്കാളും അകലത്തിലാണ് ഇരിക്കുക. ഹയർ ദാൻ സോളിഡാണ്. ഗ്യാസ് ആവുമ്പോൾ നോക്കിയേ, നല്ല അകലത്തിലാണ് ഡിസ്റ്റൻസ്. ഇനി അട്രാക്ഷൻ, ഇവർ തമ്മിലുള്ള ആകർഷണ ബലം എങ്ങനെയായിരിക്കും? സോളിഡ്സിൽ മുട്ടിയിരിക്കുകയാണ്, അവിടെ ഭയങ്കര അട്രാക്ഷനാണ് അല്ലേ? ആൾക്കാരുടെ ഇടയിൽ ഭയങ്കര അട്രാക്ഷൻ അടുത്തിരിക്കുന്നുണ്ട്. ലിക്വിഡിൽ സോളിഡിൻ്റെ അത്രയും ഇല്ല, എന്നാലും ഉണ്ട്, അതാണ് ലെസ് ദാൻ സോളിഡ്. ഗ്യാസ് ആവുമ്പോൾ പിന്നെ നമ്മൾ അത്ര അകലത്തിലിരിക്കുന്നത് കൊണ്ട് അട്രാക്ഷൻ വളരെ കുറവാണ്, വെരി ലെസ് ആണ്. സ്പീഡ് ഓഫ് മൂവ്മെൻറ്റ്, ഇവിടെ ഇങ്ങനെ ഭയങ്കര ക്ലോസ് ആയിട്ട് പാക്ക് ചെയ്ത് വെച്ചേക്കുന്നത് കൊണ്ട് അവർക്ക് ഭയങ്കര സ്പീഡിൽ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും മൂവ് ചെയ്യാൻ പറ്റൂല. അപ്പോൾ സോളിഡ്സിൻ്റെ കേസിൽ മൂവ്മെൻറ്റ് വളരെ കുറവാണ്. പക്ഷെ ലിക്വിഡിൻ്റെ കേസിൽ കുറച്ചും കൂടെ ഇടയിൽ അവർക്ക് എന്താ പറയുക, ശ്വാസം വിടാൻ സ്ഥലമുണ്ട്. അപ്പോൾ അവർക്ക് കുറച്ചും കൂടെ നന്നായിട്ട് സ്പീഡിൽ മൂവ് ചെയ്യാം. ഹയർ ദാൻ സോളിഡ്. ഗ്യാസ് ആകുമ്പോൾ പിന്നെ ഒന്നും നോക്കാനുള്ള കുറേ സ്ഥലമുണ്ട് അവരുടെ ഇടയിൽ, നന്നായിട്ട് മൂവ് ചെയ്യുക, സ്പീഡ് വളരെ കൂടുതലാണ്. അപ്പോൾ സ്പീഡ് കൂടുമ്പോൾ അവരുടെ എനർജിയും കൂടണം അല്ലേ? സ്പീഡ് കുറയുമ്പോൾ അവരുടെ എനർജിയും കുറവായിരിക്കും. സോളിഡിൽ ഇത്ര ഭയങ്കര തിക്കായിട്ട് ഇങ്ങനെ അടുപ്പിച്ച് പാക്ക് ചെയ്തേക്കുന്നത് കൊണ്ട് അവരുടെ പാർട്ടിക്കിൾസിൻ്റെ എനർജി വളരെ കുറവാണ്. ലിക്വിഡ് ആകുമ്പോൾ കുറച്ചും കൂടെ സ്ഥലമുള്ളത് കൊണ്ട് ഹയർ ആണ്, ഗ്യാസ് ആകുമ്പോൾ വെരി ഹൈ. മനസ്സിലായോ? അപ്പോൾ ആ ഡയഗ്രാം ഓർത്താൽ മതി. സോളിഡിലാവുമ്പോൾ പാർട്ടിക്കിൾസ് വളരെ അടുത്താണ്, അപ്പോൾ ഡിസ്റ്റൻസ് കുറവാണ്, അട്രാക്ഷൻ കൂടുതലാണ്, സ്പീഡ് കുറവാണ്. സ്പീഡ് കുറവാണെങ്കിൽ എനർജിയും കുറവായിരിക്കും. ഓക്കെ അല്ലേ? അതാണ് പാർട്ടിക്കിൾസ് സോളിഡ് സ്റ്റേറ്റിൽ വളരെ അടുത്തടുത്താണ്, വെരി ക്ലോസ് ടു ഈച്ച് അതർ. ഇനി സോളിഡ്സിനെ നമ്മൾ ഹീറ്റ് ചെയ്യുന്ന സമയത്ത്, സോളിഡിനെ പിടിച്ച് നമ്മൾ ഹീറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഡിസ്റ്റൻസിനും എനർജിക്കും എന്താണ് സംഭവിക്കുക? സോളിഡിനെ പിടിച്ച് ഹീറ്റ് ചെയ്യുക. ഏറ്റവും സിമ്പിളായിട്ടുള്ള എക്സാമ്പിള് നമ്മളുടെ ഐസ് ഓർത്താൽ മതി.
ഐസ് എന്ന് പറയുമ്പോൾ സോളിഡ് ആയിട്ടിരിക്കുകയാണ്. ആ ഐസ് ഒന്ന് കുറച്ച് നേരം നമ്മളുടെ പുറത്തെടുത്ത് വെച്ച് കഴിഞ്ഞാൽ അതെന്ത് സംഭവിക്കും? അത് ഉരുകി വെള്ളമായിട്ട് മാറും. വെള്ളത്തിൽ ലിക്വിഡ് എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി അകലത്തിലാണ് പാർട്ടിക്കിൾസ് ഇരിക്കുക. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പാർട്ടിക്കിൾസ് ഇൻക്രീസസ്. ഡിസ്റ്റൻസ് കൂടിയാൽ അവരുടെ എനർജിയും കൂടും, അവർ നന്നായിട്ട് മൂവ് ചെയ്യും, അപ്പോൾ എനർജിയും ഇൻക്രീസസ്. ഓർക്കണം, നമ്മളൊരു സോളിഡിനെ പിടിച്ച് ഹീറ്റ് ചെയ്താൽ, ഐസിന് ഓർത്താൽ മതി, സോളിഡ് ഹീറ്റ് ചെയ്താൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പാർട്ടിക്കിൾസും എനർജിയും ഇൻക്രീസ് ചെയ്യും. അങ്ങനെ അവരുടെ എനർജി ഇൻക്രീസ് ചെയ്ത് ഡിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ അവർ ഏകദേശം ലിക്വിഡിൽ എങ്ങനെയാണോ പാർട്ടിക്കിൾസ് ഇരിക്കുന്നത് ആ രീതിയിലേക്ക് വരും. ഓക്കെ, ലിക്വിഡിൽ പാർട്ടിക്കിൾസ് അറേഞ്ച് ചെയ്തേക്കുന്നത് എങ്ങനെയാണോ ആ രീതിയിലേക്ക് വരും. സോളിഡ് ഓർക്കണം, ഹീറ്റിനെ അബ്സോർബ് ചെയ്താൽ, നമ്മളൊരു ഐസ് എടുത്ത് റൂം ടെമ്പറേച്ചറിൽ സാധാരണ പുറത്തെടുത്ത് വെച്ച് കഴിഞ്ഞാൽ അത് ആ ചുറ്റുപാടിൽ നിന്ന് ഹീറ്റിനെ അബ്സോർബ് ചെയ്യും, വലിച്ചെടുക്കും. വലിച്ചെടുത്തിട്ട് ആൾക്ക് എന്ത് പറ്റും? ആള് ലിക്വിഡായിട്ട് മാറും അല്ലേ? ആള് ലിക്വിഡായി. അപ്പോൾ ഐസ് പുറത്തെടുത്ത് വെച്ച വെള്ളം പോലെയോ ലിക്വിഡായി. ഈ വെള്ളത്തിനെ വീണ്ടും നമ്മൾ ചൂടാക്കുന്നു എന്ന് വിചാരിക്കും. അപ്പോൾ വീണ്ടും അത് ഹീറ്റിനെ അബ്സോർബ് ചെയ്ത് എന്തായിട്ട് മാറും? വേപ്പറായിട്ട് മാറും, അല്ലെങ്കിൽ ഗ്യാസ് ആയിട്ട് മാറൂലേ? ഓക്കെ, മനസ്സിലായോ? ഇനി നേരെ തിരിച്ച് ഇതിനെ കൂള് ചെയ്താലോ? നമ്മൾ നല്ല വെള്ളം ഇങ്ങനെ ചൂടാക്കിയിട്ട് അതിനൊരു മൂടി വെച്ച് അടച്ചു വെച്ച് കഴിഞ്ഞാൽ കുറേ നേരം കഴിഞ്ഞിട്ട് ആ മൂടി തുറന്ന് നോക്കുമ്പോൾ നമുക്ക് കാണാം ആ മൂടിയിലൊക്കെ ഇങ്ങനെ കുറേ വെള്ളത്തുള്ളികൾ അല്ലേ? അവിടെ ആ ഗ്യാസ് തണുത്തപ്പോൾ ലിക്വിഡായിട്ട് മാറി. ഗ്യാസ് തണുത്തപ്പോൾ വീണ്ടും ലിക്വിഡായിട്ട് മാറി. മനസ്സിലായോ? അപ്പോൾ അവിടെ സംഭവിക്കുന്നത് ഹീറ്റിനെ ലിബറേറ്റ് ചെയ്തു. ലിബറേറ്റ് ചെയ്യുന്ന പറഞ്ഞാൽ പുറത്തേക്ക് പുറന്തള്ളി, പുറത്തേക്ക് വിട്ടു. അപ്പം ഗ്യാസ് ഹീറ്റിനെ പുറന്തള്ളിയപ്പോൾ അത് ലിക്വിഡായിട്ട് മാറി. ഓക്കെ, ഡിസ്റ്റൻസും ഇടയിലുള്ള ഡിസ്റ്റൻസും എനർജിയും കുറഞ്ഞു. ലിക്വിഡ് ആകുമ്പോഴേക്കും കുറച്ച് എനർജി കുറവല്ലേ, ഡിസ്റ്റൻസും കുറവല്ലേ? ഓക്കെ, ഇനി ലിക്വിഡ് വീണ്ടും ഹീറ്റിനെ ലിബറേറ്റ് ചെയ്താൽ അതെന്തായിട്ട് മാറും? സോളിഡായിട്ട് മാറാം. ലിക്വിഡ് ഹീറ്റിനെ ലിബറേറ്റ് ചെയ്താൽ അത് സോളിഡായിട്ട് മാറും. അതായത് നമ്മൾ ഫ്രീസറിൽ വെക്കുകയാണെങ്കിൽ, ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ സോളിഡ് ആവില്ലേ? ആ സമയത്ത് ഹീറ്റിനെ പുറത്തേക്ക് വിടുകയാണ്, അത് കൂൾ ചെയ്യല്ലേ, കൂളാവുകയാണ്, അപ്പോൾ അത് സോളിഡായിട്ട് മാറി. ഓക്കെ അല്ലേ? ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, അപ്പോൾ നേരെ തിരിച്ച് അങ്ങോട്ട് പോയ അതേ വഴിയാണ് തിരിച്ച് വരുന്നത് അല്ലേ? സോളിഡ് ലിക്വിഡായി, ലിക്വിഡ് ഗ്യാസായി. ഗ്യാസിന് വേണമെങ്കിൽ ലിക്വിഡ് ആകാം, ലിക്വിഡിന് വേണമെങ്കിൽ സോളിഡ് ആകാം. പക്ഷേ ചില സബ്സ്റ്റൻസസ്, എക്സാമ്പിൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ക്യാംഫർ, കർപ്പൂരം, നാഫ്തലിൻ, പണ്ടൊക്കെ പാറ്റ ഗുളികയായിട്ടൊക്കെ നമ്മൾ അലമാരിയിലൊക്കെ വെക്കും. നാഫ്തലിൻ, ക്യാംഫർ, ഇതൊക്കെ നമ്മൾ സോളിഡാണ്. ഈ സോളിഡിനെ നമ്മൾ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, സാധാരണ സോളിഡിനെ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ലിക്വിഡായിട്ട് മാറാറാണ് ചെയ്യാറ്. പിന്നെയും ഹീറ്റ് ചെയ്താലാണ് അത് ഗ്യാസായിട്ട് മാറാറ്. പക്ഷേ ഈ ക്യാംഫർ, നാഫ്തലിൻ പോലുള്ള ആൾക്കാർ, സോളിഡ്സ് നമ്മൾ ഹീറ്റ് ചെയ്താൽ ലിക്വിഡായിട്ട് മാറാതെ ഡയറക്റ്റ് ഗ്യാസായിട്ട് മാറും. ലിക്വിഡ് ആകാതെ ഡയറക്റ്റ് ഗ്യാസിലേക്കായിട്ട് മാറും. ഈ ഒരു പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സബ്ലിമേഷൻ. ഈ ഒരു പ്രോസസ്സിനെ നമ്മൾ വിളിക്കും സബ്ലിമേഷൻ. ഓക്കെ, മനസ്സിലായോടാ? അപ്പോൾ ഇങ്ങനെ സബ്സ്റ്റൻസുകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറാം, അവർക്ക് മാറ്റം സംഭവിക്കാം. സോളിഡ് ലിക്വിഡ് ആകാം, ലിക്വിഡ് ഗ്യാസ് ആവാം, ഗ്യാസ് ലിക്വിഡ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറാം. ഇങ്ങനെ മാറ്റത്തിന്, അതായത് അവരുടെ ആ ഒരു സ്റ്റേറ്റ്, അവരിയ്ക്കുന്ന ആ ഒരു കോലം മാറുന്നതിനെ വിളിക്കുന്ന പേരാണ് ചേഞ്ച് ഓഫ് സ്റ്റേറ്റ്. അപ്പോൾ ഈ ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഒരു ഫിസിക്കൽ ചേഞ്ച് ആണോ കെമിക്കൽ ചേഞ്ച് ആണോ? എന്തായിരിക്കും? ആള് മാറുന്നൊന്നുമില്ല ഇവിടെ. ആൾക്കാർ, അതായത് ഒരാൾ പുതുതായിട്ട് മാറുന്നൊന്നുമില്ലല്ലോ, അതിലിരിക്കുന്ന സാധനങ്ങളുടെ അറേഞ്ച്മെൻറ്റിൽ മാത്രം മാറുന്നുള്ളൂ. അപ്പം നിങ്ങളൊരു ക്ലാസ് റൂമിൽ ഇരിക്കുമ്പോൾ ടീച്ചർ വന്ന് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സ്ഥലം മാറിയാലും നിങ്ങൾ നിങ്ങളുടെ ആ ക്ലാസ് തന്നെയല്ലേ? അപ്പം 9, 8 കുട്ടികളെ ടീച്ചർ വന്ന്
40 കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും സ്ഥലം മാറിയാലും അതപ്പോഴും 8A തന്നെയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിരുന്നല്ലേ ഉള്ളൂ. പുതുതായിട്ട് മാറ്റമില്ല, പുതുതായൊരു ക്ലാസ്സായി മാറല്ലല്ലോ അത്, അല്ലേ? അപ്പോൾ ഈ ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഒരു ഫിസിക്കൽ ചേഞ്ചാണ്. ഓക്കെ അല്ലേ? അപ്പോൾ ഇങ്ങനെ സംഭവിച്ചപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചേഞ്ച് മാറിയപ്പോൾ ഏത് എനർജിയാണ് അബ്സോർബ് ചെയ്യുകയോ ലിബറേറ്റ് ചെയ്യുകയോ ചെയ്തത്? ഹീറ്റിന് മാറ്റം വന്നപ്പോഴാണ്, അല്ലേ? അതായത് ചില ചേഞ്ചിന് ഹീറ്റ് ലിബറേറ്റ് ചെയ്യണം, അതായത് പുറത്തേക്ക് വിടണം. ചില ചേഞ്ചിന് ഹീറ്റ് അബ്സോർബ് ചെയ്യണം. അപ്പോൾ ഇവിടെ ഹീറ്റ് എനർജിയാണ് മാറ്റം വന്നേക്കുന്നത്. ഹീറ്റ് എനർജിക്കാണ് മാറ്റം വന്നത്. ഓക്കെ. ഇനി വാട്ട് ഹാപ്പൻസ് ടു ദ എനർജി ഓഫ് പാർട്ടിക്കിൾ വെൻ ഹീറ്റ് ഈസ് അബ്സോർബ്ഡ് ഓർ ലിബറേറ്റഡ്? നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ഹീറ്റിനെ അബ്സോർബ് ചെയ്യുമ്പോൾ എനർജി കൂടും, ഹീറ്റ് ലിബറേറ്റ് ചെയ്യുമ്പോൾ എനർജി കുറയും. വീണ്ടും ഈ പറഞ്ഞ കാര്യങ്ങളൊന്ന് ഫ്ലോ ചാർട്ട് പോലെ എഴുതിയിട്ടുണ്ടെന്നുള്ളൂ. സോളിഡ് ചൂടാക്കിയാൽ, ഐസ് ചൂടാക്കിയാൽ അത് ലിക്വിഡായിട്ട് മാറും. ലിക്വിഡ് പിന്നെയും ചൂടാക്കിയാൽ, അടുപ്പത്ത് വെച്ചാൽ അത് ഗ്യാസായിട്ട് മാറും. ഈ ഗ്യാസിനെ നമ്മൾ തണുപ്പിച്ചാൽ, ലിബറേറ്റ് ഹീറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് കൂൾ ചെയ്താലെന്നാണ്. ഓക്കെ, കൂള് ചെയ്താൽ അത് ലിക്വിഡായിട്ട് മാറും. ലിക്വിഡിനെ വീണ്ടും കൂൾ ചെയ്താൽ അത് സോളിഡായിട്ട് മാറും. ഓക്കെ അല്ലേ? അപ്പോൾ ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് ആണ് നമ്മൾ പഠിച്ചത്. അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഫിസിക്കൽ ചേഞ്ചും കെമിക്കൽ ചേഞ്ചും എന്താണെന്നും എക്സാമ്പിളും പഠിക്കണം. പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ചോദിക്കണം. നിങ്ങൾക്ക് ക്ലാസ് മനസ്സിലായാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഓക്കെ, ലൈക്ക് ചെയ്യുക. ഓക്കെ, ബൈ. നമുക്ക് അടുത്ത സെക്ഷനായിട്ട്, അത് 3ാമത്തെ പാർട്ടായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.